ചേട്ടൻ്റെ പാട്ടിനെ കുറിച്ചൊന്നും സംസാരിച്ച് ആക്ച്വലി മതിയായിട്ടില്ല, കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങളിപ്പോൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് ഒരു ലവ് സോങ്ങിലാണ് കൺക്ലൂഡ് ചെയ്തത്. തീർച്ചയായിട്ടും വിജയേട്ടൻ പ്രണയം എന്നുള്ളൊരു വികാരം അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. ശാന്തി ചേച്ചി ചേട്ടൻ്റെ ലൈഫിലേക്ക് വന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ശാന്തി മീറ്റ് ചെയ്തത് ഒരു ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഇടയിൽ തന്നെയാണ്. കോയിൻസിഡൻ്റലി ഞാൻ അതിൻ്റെ ഒരു സംഘാടകരിൽ ഒരാളായിരുന്നു പ്രോഗ്രാമിൻ്റെ. അപ്പോൾ അങ്ങനെ അത് ഒരു ജസ്റ്റ് ഒരു സൈറ്റിൽ തീർന്നു. പക്ഷെ അത് അതിനുശേഷം വളരെ കോയിൻസിഡൻ്റലായിട്ട് ഞാൻ അവളെ മീറ്റ് ചെയ്തു. വളരെ അവിശ്വസനീയമായിട്ടുള്ളൊരു രീതിയിൽ
ഒരു പക്ഷേ അങ്ങനെ ഒരു കോയിൻസിഡൻസിനെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ശരി, ജീവിതത്തിൽ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ നമ്മൾ ആ രീതിയിൽ തീരുമാനിക്കും. അതെ അതെ, ശരിക്കും അത് നമുക്ക് കിട്ടാതെ പോകാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം ഈ ഡാൻസും പാട്ടും ഇപ്പം വളരെയധികം എന്താ പറയുക, കല ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പം ചേട്ടൻ്റെ കുട്ടികൾ രണ്ട് കുട്ടികളല്ലേ, 2 കുട്ടികൾ. അവർക്കും ഈ കലാവാസന തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അത് അവരിങ്ങനെ പഠിക്കാൻ പാടുകയും ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതൊരു സീരിയസ് ഇല്ല, അത് കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ തെളിക്കും, അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് അല്ലേ. ഞാൻ മൂത്ത ആളിപ്പോൾ ഈ ഇടുക്കി ഗോൾഡിൽ ഒരു മാണിക്യച്ചിറകുള്ള എന്നുള്ള പാട്ടുണ്ട്, അതിൻ്റെ ഒരു കിഡ് വേർഷൻ ഉണ്ട്, ഒരു സീനിൽ വരുന്നത്. അത് അവരെ കൊണ്ട് പാടിച്ചിരുന്നു. അപ്പോൾ അത് വേറെ പെട്ടെന്നൊരു ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ സമയത്ത് ഒരാളെ പെട്ടെന്ന് കിട്ടണമെന്നില്ല, അപ്പോൾ പെട്ടെന്ന് അവനെ കൊണ്ട് പാടിച്ചു. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ആ ഏരിയ അത്യാവശ്യം നോട്ടീസ് ചെയ്യപ്പെട്ടു. കുറേ പേര് വിളിച്ചൊക്കെ ചോദിച്ചു ആരൊക്കെയാണ്, കുഴപ്പമില്ലാതെ പാടിയിരുന്നു. ശരി, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാമോ ഒരു പാട്ട്? അല്ല, അത് ഇപ്പം എനിക്ക് അവനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ അത് അതിനും അപ്പുറത്തേക്ക് ചിലപ്പോൾ ഇപ്പം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു തീരുമാനത്തിന്റെ വിഷയമുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ അറിയാമെന്നല്ലേ. ശരി, അപ്പം ചേട്ടന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് എക്സ്പീരിയൻസ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ഫാൾ ഇൻ ലവ്. അപ്പോൾ ഒരു ലവ് സോങ്, ഏതെങ്കിലും ഒരു ലവ് സോങ് ചേട്ടൻ്റെ കേൾക്കാനൊരാഗ്രഹം. കാണാമുള്ളാലുൾ നീറും നോവാണനുരാഗം, നോവുമ്പോളും തേനൂറും സുഖമാണനുരാഗം. എന്നിൽ നീ നിന്നിൽ ഞാനും പതിയെ പതിയെ നീരണിഞ്ഞു മാത്രം വളരുന്ന വല്ലി പോലെ മിഴിനനവിൽ പൂവണിയും വസന്തമാണനുരാഗം. വിരഹമേ വിരഹമേ നീയില്ലെങ്കിൽ പ്രണയം തളരും വെറുതെയൊരു പാഴ്കൊടിയായി. കാണാമുള്ളാലുൾ നീറും നോവാണനുരാഗം, നോവുമ്പോഴും തേനൂറും സുഖമാണനുരാഗം. എന്നിൽ നീ നിന്നിൽ ഞാനും പതിയെ പതിയെ അതിരുകളുരുകി അലിയേ. മനസ്സിലെ പ്രണയമെല്ലാം പുറത്തേക്ക് വന്നു. ഒരു വെള്ളിയും അത് ഫീല് കൂടുമ്പോൾ വരും. അത് എനിക്കും വരാറുണ്ട് ഇഷ്ടം പോലെ.